ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പാപമോചനത്തിലൂടെയും ആത്മസംസ്കരണത്തിലൂടെയും ജീവിതവിശുദ്ധി നേടിയെടുക്കുന്ന റമളാൻ വ്രതത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചു. ഉമിനീരിറക്കാത്ത പകലുകളുടെ കാഠിന്യം, പ്രാർത്ഥനയിലൊരുകുന്ന മനസ്സുകളുടെ നിവേദനം, അതാണ് റമളാൻ. 11 മാസത്തെ ജീവിതക്രമത്തിൽ നിന്നും മാറി ഇസ്ലാം മതവിശ്വാസികൾ ആത്മീയതയിൽ മുഴുകുന്ന പുണ്യമാസം. സമർപ്പിത ജീവിതത്തിന്റെ 30 ദിനങ്ങൾ. പാപങ്ങളുടെ തലച്ചുവട് തപം ചെയ്ത് ഉരുക്കിക്കളയും ഈ ദിനങ്ങളിൽ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ വെടിയുന്നതോടെ അന്യന്റെ വിശപ്പ് സ്വന്തമാക്കുന്ന കർമ്മപരിഹാരമാണ് നോമ്പ്. റമളാൻ കേവലം വിശ്വാസികളുടെ മാത്രം ഒരു മാസമല്ല. അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഇഫ്താർ മീറ്റുകൾ, നോമ്പ് തുറകൾ കൊണ്ട് സ്നേഹങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, അന്യൻ്റെ വിശപ്പിനോട് ഐക്യദാർഢ്യം സ്വന്തമായി വിശപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ വലിയ സന്ദേശമാണ് മറ്റ് സമൂഹത്തിനും രാജ്യത്തിനും മനുഷ്യർക്ക് മൊത്തവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഓരോ സത്യവിശ്വാസിയും ബാധ്യസ്ഥനാണ് എന്നുകൂടെ ഉണർത്തുകയാണ്. ഇസ്ലാമിന്റെ 5 നിർബന്ധമാക്കപ്പെട്ട അടിസ്ഥാന ശിലകളിൽ 4ാമത്തേതായ റമളാനിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുർആനിലെ 2-ാം അധ്യായം 183-ാം വചനത്തിൽ പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. പ്രഭാതം മുഴുവൻ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വികാരവിചാരങ്ങൾ ഉപേക്ഷിച്ചും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് വ്രതശുദ്ധിയിലൂടെ നല്ലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ് ഇസ്ലാം നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങൾ പശ്ചാത്താപം ചെയ്ത് നന്മയിലേക്ക് മടങ്ങാനുള്ള കാലമാണ് റമളാൻ. ഇർഹമു മൻ ഫിൽ അർള് വയർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചെങ്കിൽ മാത്രമേ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകരാണ്. ആ വാക്കുകളെയൊക്കെ അന്വർത്ഥമാക്കുന്ന ജീവിതമാവട്ടെ ഈ റമളാൻ എന്നാശംസിക്കുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയായതിനാൽ വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കും. ദാനധർമ്മത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസം കൂടിയാണ് റമളാൻ. സക്കാത്ത് വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിനാൽ പ്രയാസമനുഭവിക്കുന്നവർക്ക് റമളാൻ ആശ്വാസത്തിന്റെ മാസം കൂടിയാണ്. ദാനിയുടെ ഔദാര്യമല്ല, സ്വീകരിക്കുന്നവന്റെ അവകാശമാണ് സക്കാത്ത്. റമളാനിൽ മസ്ജിദുകളിൽ പ്രത്യേക നമസ്കാരമായ തറാവീഹ് നമസ്കാരം ആരംഭിച്ചു. കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകൾ ഇഫ്താർ വിരുന്നൊരുക്കും. റിലീഫ് പ്രവർത്തനങ്ങളും റമളാനിൽ സജീവമാകും.